Hi friends, welcome back to our channel. ഇന്ന് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ. കറിക്ക് പേരൊന്നുമില്ല, ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നതാണ്. എന്നൊക്കെ തുടങ്ങിയാലോ. ആദ്യം തക്കാളിയാണ്, ടൊമാറ്റോ അത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതും സവാള ഓനിയൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഗ്രീൻ ചില്ലിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്ര സാധനമാണ് നമുക്കിപ്പോൾ വേണ്ടത്. ഇനി വേണമെങ്കിൽ അതിൻ്റെ കൂടെ അനുസരിച്ച് ഇരിക്കും. ഫസ്റ്റ് നമുക്ക് ഇത് ചൂടാക്കി എടുക്കണം. ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ച് കാണിച്ചാൽ കത്തിച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ കഴുകിയത് കാരണം ഇതിൽ വെള്ള ഡ്രോപ്പൊക്കെ പോകട്ടെ കേട്ടോ. വാട്ടർ കുറച്ച് വേണമെന്ന് തോന്നുന്നു. പിന്നെ മസാലകളും വേണം. ഒരു തക്കാളി എടുത്തിട്ട് കുറച്ചായത് എന്താണെന്നോ, അതിന്റെ ബാക്കി മുഴുവൻ ഇതൊക്കെ സവാള പകുതി മതി കേട്ടോ. ചില്ലി ഒരെണ്ണം മതി. തക്കാളി ഒരെണ്ണം ഫുള്ള് വേണം. സവാള ഒരെണ്ണത്തിന്റെ പകുതി മതി കേട്ടോ. അത് പറയാൻ പറഞ്ഞു. ഇപ്പൊ ഗ്യാസ് കുറച്ച് പൊട്ടലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കാം. ഇത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പൊട്ടിച്ചിട്ടില്ല, പൊട്ടലാണ്. കടുക് ഇടണതിന് മുമ്പ് പൊട്ടി തുടങ്ങിയായിരുന്നു നേരത്തെ. ഇനി നമ്മുടെ മെയിൻ ക്യാരക്ടറായ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇതിലെടുക്ക് ഇട്ടിട്ട് കാണിക്കാം. തക്കാളി ഇട്ടപ്പ ഇങ്ങനെ വെച്ചപ്പ അതിലിരുന്ന മുളകും കൂടി താഴത്തേക്ക് പോയി. മുളകും തക്കാളി ഇട്ടിട്ടുണ്ട്. ഇത് കാണിക്കാം. ഇതിലിട്ടപ്പോ ഇവിടെയൊക്കെ വായുത്തുള്ളിയായി, അല്ല വെള്ളത്തുള്ളിയായി. വാവിലും തുള്ളിയൊക്കെ ഇങ്ങനെ വേണ്ടിയിട്ടുണ്ട്. ഇത് വിട്ടപ്പോ എന്തൊരു ഒച്ചയാണെന്ന് അറിയാമോ? കടുക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഞാൻ കടുകൊക്കെ ഇടും. ഇപ്പൊ സവാളയാട്ട് എന്തൊരുമാണ്. ഇത് നമുക്ക് സവാള ഒറ്റ കയ്യില് സവാള ഇപ്പൊ കൈ കൊടുക്കരുത്. മറു കയ്യില് ഇതും പിടിച്ചിടാൻ കുറച്ച് പാടാട്ടോ. ഇതിൽ ഏകദേശം തക്കാളി വാട്ടിയത് പോലെയൊക്കെ തന്നെ കേട്ടോ. ഏകദേശം അല്ല, തക്കാളി വാട്ടിയത് തന്നെയാണ്. പക്ഷെ ഇത് ഞാൻ പുതുതായി കണ്ടുപിടിച്ച കറിയാണ്. നമ്മൾ എപ്പോൾ എന്തിട്ടാലും ഇളക്കണം കേട്ടോ വേഗം. ഇനി നമുക്ക് അടുത്തത് ഈ ഗ്ലാസ് നിറച്ച് വെള്ളം ഒഴിക്കണം. അത് ഒഴിച്ചിട്ട് രസം പോലെ ആയിട്ട് ഇനി അത് വറ്റണം. ഇങ്ങനെ കിട്ടണം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട്, ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി റെഡി.